ഇനി നമുക്ക് കൊല്ലത്തേക്കൊന്ന് പോകാം. കൊല്ലം ജില്ലയിൽ കയർ വ്യവസായത്തെ പുനരുദ്ധരീകരിക്കുന്നതിനായി കോടികൾ മുടക്കി ഒന്നാം പിണറായി സർക്കാർ സ്ഥാപിച്ച ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീനുകൾ ഇപ്പോൾ എന്താ അവസ്ഥയെന്നല്ലേ? തുരുമ്പെടുത്ത് നശിക്കുന്നു. അതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. കരുനാഗപ്പള്ളി അമ്പലപ്പാട് പഞ്ചായത്തിൽ 2018 നൽകിയ മെഷീനുകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. പ്രത്യേക പരിശീലനം നൽകി നിരവധി തൊഴിലാളികളെ ജോലിക്കെടുത്തെങ്കിലും വ്യവസായം നിലച്ചതോടെ പുതുപുത്തൻ മെഷീനുകൾ നശിച്ചു. അമ്പലപ്പാട്ടെ കയർപിരി സംഘത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങളുടെ പ്രതിനിധി ദിലീപ് ദേവസി കാണിച്ചു തരും. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി ആലപ്പാട് മണ്ണേൽക്കടവ് കയറുപിരി സംഘത്തിലാണ്. ഈ കയറുപിരി സംഘത്തിൽ നമ്മൾ വരാനുണ്ടായ കാരണം ഇവിടെ കോടികൾ വിലമതിക്കുന്ന മെഷീനറികൾ പൊടി പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി. ആ മെഷീൻ ഒന്ന് കാണിക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നോക്കൂ, ഈ മെഷീൻ ഇപ്പോൾ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇത് നമ്മളൊന്ന് തുടച്ചു നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് കാണിക്കുന്നത്. എല്ലാം പുതുപുത്തൻ മെഷീനറീസാണ്. പുതുപുത്തൻ മെഷീനറീസ്. ഇതെല്ലാം ഈ മഴപ്പാറിലും മറ്റ് ഇതും കൊണ്ട് തുരുമ്പെടുത്ത സാധനങ്ങളല്ല. എല്ലാം തന്നെ, അതായത് ഇവിടുത്തെ തൊഴിലാളികൾക്ക് ജോലി സുഗമമാക്കാൻ വേണ്ടി അന്നത്തെ മന്ത്രിയായിരുന്ന തോമസ് ഐസക് ആണ് ഈ യന്ത്രങ്ങൾ ഇവർക്ക് നൽകിയത്. ഇതിന് പറയുന്ന പേര് ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീൻ എന്നാണ്. ഈ മെഷീന് 3,20,000 രൂപയാണ് വില. ഇത്തരത്തിലുള്ള 10 മെഷീനാണ് ഇവിടെ ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് ഈ ഷെഡ് ചോർന്നൊലിച്ച് തകർന്നവശനായി കിടക്കുന്ന സാധനങ്ങളാണുള്ളത്. ചേട്ടാ, എന്താ ഈ മെഷീനറീസൊക്കെ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത തരത്തിൽ ഏറ്റവും പുതിയ മെഷീനറീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിന്നു വരുന്നത്? ഈ മെഷീനെ പിരിക്കുന്ന കയർ ആദ്യമൊക്കെ ഈ കയർ ഫെഡ് എടുക്കുമായിരുന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കയർ ഫെഡിനും വേണ്ട, ആർക്കും വേണ്ടാത്തൊരു സ്ഥിതിയായി. 24 തൊഴിലാളികളുണ്ടായിരുന്നു. അവർക്ക് പോലും നമുക്ക് ഒരു കൂലി കൊടുക്കാൻ ഒക്കാത്തൊരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ കയർ തിരിച്ചു വെച്ചാൽ ആർക്കും വേണ്ട. ഒരു കയറുപിരി സംഘത്തിൽ ഈ മെഷീന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ചകിരി ഈ മെഷീനിലിട്ട് അത് പുതർത്തിയതിനു ശേഷം ഇത് വേർതിരിച്ചെടുക്കുന്ന ഒരു മെഷീനാണ്. ഇത് വെല്ലോയ് മെഷീൻ എന്നാണ് പറയുന്നത്. നോക്കൂ, ഇത് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നൊരു മെഷീൻ. ഇപ്പോൾ വെള്ളമൊക്കെ കയറി തുരുമ്പെടുത്ത് നിൽക്കുകയാണ്. നോക്കൂ, എന്താ ഈ സ്ഥാപനം ഇങ്ങനെയാകാനുള്ളൊരു കാരണം? ഇതെല്ലാം തൊഴിലാളി കയ്യിൽ കയർ വിരിച്ചുകൊണ്ടിരുന്നു. ആ റാട്ടുകളെല്ലാം ഇവിടുന്ന് എടുത്തു മാറ്റി ഈ ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീൻ വെച്ചു. ഇപ്പോൾ തൊഴിലാളിക്ക് പരമ്പരാഗത റാട്ടിലും ജോലിയില്ല, ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീനും ജോലിയില്ല. ആ ഒരു ദയനീയമായ അവസ്ഥയാണ്. രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ തുടച്ച് വൃത്തിയാക്കിയ മെഷീനാണ് ഈ കാണുന്നത്. നോക്കൂ, നേരത്തെ പൊടി പിടിച്ച് കിടന്ന ഈ മെഷീൻ ഇപ്പോൾ കാണുന്നത് ഇങ്ങനെ പുത്തൻ പോലെയുണ്ട്. ചില ഭാഗത്ത് തുരുമ്പെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ നോക്കാമെങ്കിൽ അധികൃതർക്ക് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു കേടും വരാതെ മെഷീനെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്, മോട്ടറെല്ലാം തന്നെ നല്ലതായ മെഷീനാണ് ഇവിടെ കേടുവന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഇതിൽ ഇടപെട്ടേ തീരൂ. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. സദുദ്ദേശത്തോടു കൂടി തോമസ് ഐസക് കൊണ്ടുവന്നൊരു സംവിധാനമാണ്. തൊഴിലാളികളുടെ ഈ പ്രയത്നം അത് ലളിതമാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നിർഭാഗ്യവശാൽ അത് തുരുമ്പെടുത്ത് നശിക്കേണ്ടി വരുന്നൊരവസ്ഥയിലാണ്. 30 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഈ ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീനുകൾ അവിടെ സ്ഥാപിച്ചത്. പക്ഷേ ഇപ്പോൾ ഇത് തുരുമ്പെടുത്ത് നശിക്കുന്നു എന്നുള്ളതാണ്. ഞാനിതാണ് തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ വലിയ ആവേശത്തോടു കൂടിയൊക്കെ തുടങ്ങും, പക്ഷേ അതിൻ്റെ ഫോളോ അപ്പ് കൃത്യമായിട്ടുണ്ടാവില്ല. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് സെൻറ്ററുകളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ സ്പിന്നിങ് മില്ലുകളുടെ കാര്യത്തിലും അതേ കാര്യം തന്നെയാണ് നമ്മൾ കാണുന്നത്.